ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ രാവിലെ മുതലുള്ള വീഡിയോസാണ് ഇന്ന് ഇടുന്നത് കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കുറേ തൂക്കാനുണ്ട് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ചായ കുടി കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് ഓടാൻ പറ്റുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായയൊക്കെ ഞാൻ തണ്ടിട്ട് കുടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അന്നേരം ഇന്ന് മുറ്റം ഇന്നലെയൊക്കെ തൂത്താന്ന് പറഞ്ഞാലും നമുക്കിപ്പം ഈ ഉണക്ക് സമയം ആയതുകൊണ്ട് നല്ല ഇലകളും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ തൂക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അന്നേരം കുട്ടനാട് കാണാനും കുട്ടനാട്ടിലെ വീട്ടുവിശേഷങ്ങൾ കാണാനും ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോയിലുള്ളത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഞാൻ കുട്ടനാട്ടിലെ കാഴ്ചകളൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടുവിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം വെള്ളവും ഒക്കെ എപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പം ഞാൻ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമാണ് കേട്ടോ. തൂക്കാൻ തന്നെ കുറേ നേരം എടുത്തു. ഇവിടെ ഇങ്ങനെ നമ്മൾ തൂത്ത് കൂട്ടും. ഇവിടെ നമ്മുടെ ഒരു എരിക്കിൻ്റെ മരമാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ താഴോട്ട് കൊണ്ട് ഇങ്ങനെ തൂത്ത് കൂട്ടിയിട്ട് പിന്നെ അപ്പുറത്തെ വശത്തോടെ നമ്മൾ പുറകിലോട്ട് പോകും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഫ്രണ്ട് ഇങ്ങനെ ഇത്രയും സ്ഥലം നമുക്കിങ്ങനെ സിമെൻറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ തൂക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ തൂക്കും. പിന്നെ ആ ഫ്രണ്ടിലോട്ട് റോഡിലോട്ട് ഇറങ്ങി തൂക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ അപ്പുറത്തെ സ്ഥലം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ചേട്ടൻ തേങ്ങ ഇട്ടത് അപ്പൂസ് ഇങ്ങനെ നമ്മുടെ മുപ്പല്ലിക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ട് വരുവാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പൂസ് മീൻ പിടിച്ചത് കാണിച്ചല്ലോ, വരാലല്ലേ, വരാലായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഒരുപാട് പേര് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഫ്രഷ് മീനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമല്ലോ, എപ്പം വേണേലും ഒക്കെ. അങ്ങനൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ഒന്നും കിട്ടത്തൊന്നുമില്ല. ഇങ്ങനെ എപ്പോഴോ അവിടെ ഇങ്ങനെ നിന്നത് കണ്ടപ്പോഴത്തേന് അവരിങ്ങനെ പോയി കുത്തിയത് കൊണ്ട് ആ സമയത്ത് കിട്ടി. പിന്നെ വലയിടുന്നവരൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആറ്റുമീൻ കിട്ടും, ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ആറ്റുമീൻ്റെ കടയുണ്ട്. അപ്പം വെളുപ്പിന് അവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കിങ്ങനെ ആറ്റുമീൻ കിട്ടും കേട്ടോ. പിന്നെ കടമീൻ നമുക്കിങ്ങനെ ആറ്റിൽ കൂടെ നമ്മുടെ റോഡിൽ കൂടെ എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ മിറ്റം അടിയൊക്കെ കഴിഞ്ഞ് കയറി തേണ്ട ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു. രാവിലെ ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ചപ്പാത്തിക്ക് ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. നമുക്ക് നാരങ്ങ ഈന്തപ്പഴവും കൂടെ അച്ചാറിട്ടത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടിയാണ് കഴിച്ചത്. അപ്പം ഞാൻ ഇന്നൊരു ബീഫ് കറി വെക്കാൻ പോവാണ് കേട്ടോ. അന്നേരം കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങി ഇങ്ങനെ ആവിയൊക്കെ ഏറ്റിയൊക്കെ വെച്ചിരുന്ന ബീഫാണ്. അത് ഞാൻ കുറച്ചെടുത്ത് കറി വെക്കാൻ പോവാണ് കേട്ടോ. അന്നേരം ഞാൻ രാവിലെ ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. നമുക്കിവിടെ നാരങ്ങയും ഈന്തപ്പഴവും കൂടെ അച്ചാറിട്ടത് കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ പിന്നെ കറി വെക്കാനായിട്ട് പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ബീഫ് കറി വെച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബീഫ് കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് ചപ്പാത്തി വേണ്ട, പൊറോട്ട വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അടുത്തൊരു കടയിൽ നിന്ന് കുറച്ച് പൊറോട്ട വാങ്ങിച്ച് അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പം നമ്മളിത് വേവിച്ച് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ പുരട്ടി ഞാൻ കുക്കറിനകത്തിട്ട് അടിച്ച് വേവിച്ച് വെച്ചിരുന്നതാണ് തലേ ദിവസം. അപ്പം ഞാൻ കുറച്ച് ചെറിയുള്ളിക്കകത്താണ് ഇത് കറി വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബീഫ് കറിയൊക്കെ വെക്കുമ്പോഴത്തേന് ചെറിയുള്ളിക്കകത്ത് കറി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയുള്ളി ഉള്ളത് കൊണ്ട് ഞാനിന്ന് എടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സവാളയൊക്കെ എടുത്ത് കറി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ചെറിയുള്ളി കുറച്ചുള്ളത് കൊണ്ട് ഞാനത് എടുത്തു. അന്നേരം അപ്പൂസ് നമ്മുടെ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുത്ത് തരുന്ന രംഗമാണ് കേട്ടോ. അപ്പോൾ അവൻ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ചിരിപ്പിക്കുവാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇതുപോലെ ഞാൻ ചിരിച്ചപ്പം അപ്പൂസ് ഭയങ്കര തമാശക്കാരനാണെന്നൊക്കെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നെ കളിയാക്കുകയും ഓരോന്ന് പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരും. അതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ലവണ്ണം വഴണ്ടി വന്നപ്പോഴത്തേന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മസാലയില്ലേ, അതുകൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും ഇട്ട് കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച്
കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതോടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കണേ. നല്ലവണ്ണം വഴറ്റിയാലേ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച ചുവയാണ് കേട്ടോ. ഇതിപ്പം ഓൾറെഡി വെന്തിരിക്കുന്ന ബീഫ് ആയതുകൊണ്ട് നമുക്കിനി കുറേ സമയമൊന്നും ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലവണ്ണം വഴറ്റി അതിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് വെന്ത് വരുമ്പോൾ കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്ത് കടുക് താളിച്ചെടുക്കുക കേട്ടോ. അന്നേരം നമുക്ക് പെട്ടെന്നൊരു ബീഫ് കറി ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് ഫുള്ളൊന്നും എടുക്കുന്നില്ല കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വേവിച്ച് വെക്കും കേട്ടോ. ചിക്കൻ അങ്ങനെ വേവിച്ച് വെക്കാറില്ല, പച്ചയ്ക്ക് കുറച്ച് മാറ്റി വെക്കും പുരട്ടിയെടുത്ത്. അപ്പം ബീഫൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് വേവിച്ച് വെച്ചിട്ട് കുറച്ചെടുത്ത് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പൊടിച്ച് വെച്ച മസാല ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ആദ്യം നമ്മൾ ബീഫ് മസാലയില്ലേ, മീറ്റ് മസാല, അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് പുരട്ടിയെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് ഈ ബീഫിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് വെള്ളത്തോളം ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഒറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തേക്ക് ഞാൻ ഫുൾ മസാലയൊക്കെ ചേർത്ത് പുരട്ടി വേവിച്ച് വെച്ചിരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് മക്കൾക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ കറി വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഈസ്റ്ററിനൊക്കെ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത് കേട്ടോ. അന്നേരം ഇന്നിപ്പം ഇച്ചിരി കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ 2 ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചതാണ് കേട്ടോ. അപ്പൂസിന് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പൂസ് എടുത്തതല്ലേ, അതൊക്കെ കട്ടാക്കിയാണ് എടുത്തത് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അത് വന്നിട്ടില്ല. ഞാൻ അന്നേരം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കാമേ. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു കടുക് വറക്കുന്ന പാനാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് എന്തോ ഒരു കോംബോ കണ്ട് ഞാൻ ഇത് ഓർഡർ ചെയ്ത്, അതിനകത്ത് കാണിച്ചപ്പം വലുതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നോക്കിയപ്പം ചെറുതായിരുന്നു. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും, നമ്മൾ പൊട്ടിച്ച് എടുത്തു പോയി. ഞാൻ പിന്നെ തിരിച്ചു കൊടുത്തില്ല കേട്ടോ. നമ്മുടെ നേരത്തെ ഒരു പാൻ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെയുള്ള, അതിൻ്റെ കൈ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കടുക് താളിക്കുന്ന സമയത്ത് ഇത് ഇരിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകും ഒരു 2 ഉലുവായും കൂടെ പൊട്ടിച്ചു. പിന്നെ നല്ല കൊച്ചുള്ളി ഏറെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളത് കൊണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ച് ഈ ബീഫിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഏത് കറി നമ്മളിങ്ങനെ താളിച്ച് കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഇറച്ചിക്കറിക്കൊക്കെ കേട്ടോ. ചിലരിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കടുക് താളിക്കാറില്ല. ഞാൻ എല്ലാ കറിക്കും ഇങ്ങനെ താളിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ മോരും ഒക്കെ ചോറിന് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടപ്പോഴത്തേന് മക്കൾക്ക് 2 പേർക്കും പൊറോട്ട വേണമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ബീഫ് കറിയും പൊറോട്ടയും നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉച്ചയായപ്പോൾ നിങ്ങൾ ചോറ് കഴിക്കുക, വൈകിട്ട് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല കേട്ടോ. അപ്പം തന്നെ വേണം. അപ്പൂസിന് ഇച്ചിരി കൊടുത്തപ്പോൾ അപ്പൂസ് സൂപ്പർ അമ്മയെന്നൊക്കെ പറയുവാണ് കേട്ടോ. പെട്ടെന്ന് അമ്മ നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ പറയുവാണ്. ഞാൻ പറഞ്ഞു, നീ എന്നെ സൂപ്പിക്കേണ്ട, കൊള്ളത്തില്ലെന്നൊക്കെ, എല്ലാം നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് കറിയും അപ്പം തന്നെ ടിനോപ്പം പോയി പൊറോട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണ് ഈ പൊറോട്ട ഇവർ കഴിക്കുന്നത് കേട്ടോ. ഞാൻ പക്ഷേ ചോറാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു 2 മണി 3 മണി ആയപ്പോൾ നമ്മുടെ മാങ്ങ കുറച്ച് ഞാൻ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറന്നുപോയി, ശരിക്കും ഇതങ്ങ് പഴുത്തു പോയി കേട്ടോ. ഇങ്ങനെ ബക്കറ്റ് ഞാൻ തപ്പി ചെന്നപ്പോഴാണ് മാങ്ങ ഇരുന്നത് കണ്ടത്. അപ്പം തന്നെ ഞാനത് എടുത്തിട്ട് ഇങ്ങനെ തൊലി ചെത്തി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മാങ്ങയുള്ള സമയത്തൊക്കെ ഉള്ളൂ നമ്മളിങ്ങനെ പഴുപ്പിച്ചൊക്കെ കഴിക്കുന്നതല്ലേ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് മാങ്ങ അങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അന്നേരം ഈയിടെ നമ്മൾ പറിച്ചില്ലായിരുന്നോ. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പഴുപ്പിക്കാൻ വെച്ചതെല്ലാം അവിടെ ഇരുന്ന് അളിഞ്ഞു പോയി കേട്ടോ. പിന്നെ അഴുക്കായി പോയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ രണ്ടാമത് പറിച്ചത് കുറച്ചെടുത്ത് ഇങ്ങനെ പഴുപ്പിക്കാൻ വെച്ചതാണ്. ഇത് നല്ല കിളിച്ചുണ്ട മാങ്ങയാണ്. ഇത് പഴുത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ.
അങ്ങനെ വേണ്ട അതിൻ്റെ തൊലിയെല്ലാം ചെത്തി ഞാൻ ഇങ്ങനെ പൂളി വെച്ചിട്ട് പിന്നെ ഞാൻ അപ്പൂസിനെ വിളിക്കുകയാണ് കേട്ടോ. ടിനോപ്പന് ഇവിടൊന്നുമില്ല. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാങ്ങയൊക്കെ, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം പൂളിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ പുരട്ടി ഇങ്ങനെ വെതറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മക്കൾക്ക് കൊടുക്കും കേട്ടോ. എന്നാലും നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമുക്കിതൊക്കെയാണല്ലേ. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് മാങ്ങായും ഒന്നും വേണ്ട, അവർക്കിങ്ങനെ മുളക് പൊടിയും. പണ്ടൊക്കെ നമ്മൾ പച്ച മാങ്ങയൊക്കെ ഇങ്ങനെ കിട്ടിയ ഉടനെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് കടിച്ച് തിന്നുമായിരുന്നില്ലേ. അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞ് ഇവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ചിലപ്പോൾ ഒക്കെ ടിനോപ്പം കഴിക്കും. അപ്പൂസിന് പക്ഷേ ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവനെന്തോ കളിയിലാണ്, അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പുളിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഈ മാങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് രാത്രിയാണെങ്കിലും ഞാൻ മാങ്ങ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴുത്ത മാങ്ങ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അത് ഇതിന് പ്രത്യേക മധുരമാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു ഇത് കേട്ടോ. ഞാൻ അന്നേരം തന്നെ ഈ മാങ്ങയൊക്കെ കഴിച്ച് നിങ്ങൾ ഓർക്കണ്ട കേട്ടോ, ആക്രാന്തം പിടിച്ച് കഴിക്കുവാന്നൊന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ മാങ്ങയാണ് ഏറ്റവും കൂടുതൽ. ഇങ്ങനെ പഴുത്ത മാങ്ങ ഇങ്ങനെ നമ്മളിങ്ങനെ പിഴിഞ്ഞ് കുടിക്കുന്ന മാങ്ങയില്ലേ, അതെനിക്ക് അത്രയും ഇഷ്ടമല്ല. ഇങ്ങനെ പൂളി തിരുന്ന മാങ്ങയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഞാനിപ്പം ബാക്കിയുടെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് മുളക് പൊടി ഉപ്പും ഒക്കെ പുരട്ടി വെച്ച് കുറേ നേരം അപ്പൂസിനെ വിളിച്ച് വാന്നും പറഞ്ഞു കേട്ടോ. അവൻ പറഞ്ഞു വരാം, അമ്മ പുളി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്തൊക്കെയോ പുറത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നീ വന്ന് കഴിക്ക്, സന്ധ്യ ആയി കഴിഞ്ഞാൽ ചിലപ്പം പിടിക്കത്തില്ല വയറിന്. അപ്പം ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ തേണ്ട നമ്മുടെ മാങ്ങ കണ്ടോ, മാങ്ങയൊക്കെ ഉപ്പും മുളക് പൊടിയൊക്കെ ഞാൻ ഇച്ചിരി ഇട്ട് വെതറി കൊടുക്കുകയാണ്. ആദ്യമേ ഞാനിതൊന്നും ഇടാതെ കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് പൂളിയതിനകത്താണ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുരട്ടി വെക്കുന്നത്. ഇതൊക്കെ ശരിക്കും നമുക്കൊരു നെസ്റ്റുമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം ഞാൻ ഉപ്പും മുളകും ഒക്കെ പുരട്ടി കഴിഞ്ഞപ്പോൾ അപ്പൂസിനെ വിളിച്ചിട്ട് വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാരണം അവൻ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കയ്യിലൊക്കെ അഴുക്കുക. അപ്പം ഞാൻ വായിലോട്ട് വെച്ച് കൊടുത്തപ്പം അവൻ പറഞ്ഞു അമ്മേ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സന്ധ്യയായി കേട്ടോ. അപ്പം ഞാൻ രാവിലെയൊക്കെ പെരയ്ക്കൊക്കെ തൂത്ത് വാരിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടമ്മമാരെല്ലാം രാവിലെയും വൈകിട്ടും ഒരു തൂപ്പുണ്ടല്ലോ, മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നിറയെ മണ്ണൊക്കെയാണ് പെരയ്ക്കകത്ത് കേട്ടോ. അപ്പം വൈകിട്ടത്തെ തൂപ്പാണ്. അപ്പം കുറച്ച് ജോലികളൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെന്താ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വൈകുന്നേരം കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ ഞാൻ വെട്ടി വറുത്തു പറ്റിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പം എൻ്റെ നല്ലവണ്ണം ഇരുട്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ്. അന്നേരം ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അന്നേരം ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും ടാറ്റാ.